യേശു ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവന്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. താഴെ വായിക്കുമ്പോൾ വീണ്ടും മുന്നോട്ട് പോയാറേ സെബദിയുടെ മക്കൾ യാക്കോബും യോഹന്നാനും വേറെ 2 സഹോദരന്മാർ ഇങ്ങനെ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. അങ്ങനെ മറ്റ് ആളുകളെയും ഒക്കെ യേശു വിളിച്ചു. യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 12 പേരോളം വളരെ അടുത്ത തന്റെ കൂടെ എപ്പോഴും ആയിരിക്കാൻ തക്കവണ്ണം യേശു 12 പേരെ തിരഞ്ഞെടുത്തു. അതല്ലാതെ മറ്റ് അനേകര് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ 70 പേരെ യേശു ഈരണ്ടായിട്ട് അയച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പല രീതിയിൽ യേശുവിനോട് കൂടെ അനുഗമിച്ച അനേകരെ നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവരെ വിളിച്ചതിന്റെ പ്രധാനമായ ഉദ്ദേശം ആത്മാക്കളെ നേടുന്നവരാക്കും എന്നുള്ളതാണ്. മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ നമുക്കറിയാം ആത്മാക്കളെ നേടുന്നവരാക്കും എന്നാണ് യേശുവിന്റെ വാഗ്ദത്തമുള്ളത്. നിങ്ങളെ വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്: കാറ് തരാം, വീട് തരാം, സമ്പത്ത് തരാം, രോഗസൗഖ്യം തരാം എന്നുള്ള വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചല്ല നാം യേശുവിനെ പിൻപറ്റിയത്. പിന്നെയോ ആത്മാക്കളെ നേടുന്നവരാക്കാം. നാം ആത്മാക്കളെ നേടുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനുള്ള ട്രെയിനിങ് ആണ് 3.5 വർഷം തന്നോട് കൂടെ നടന്ന് അവരെ ശുശ്രൂഷയിൽ മുന്നേറുവാൻ പഠിപ്പിച്ച്, ശുശ്രൂഷയിൽ തന്നോട് കൂടെ അവരെ കൂടെ കൊണ്ടുപോയി അവരെ ശുശ്രൂഷയ്ക്കായിട്ട് ആക്കിയത്. ദൈവസന്നിധിയിൽ യേശുവിനോട് കൂടെ 3.5 വർഷം വളരെ അത്ഭുതകരമായ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. നമുക്കറിയാമല്ലോ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചപ്പോഴും അവർക്ക് വിളമ്പിക്കൊടുക്കുവാൻ അപ്പം മുറിച്ച് വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യന്മാരുടെ കയ്യിലാണ് കൊടുത്തത്. അവരാണ് വിളമ്പിക്കൊടുത്തത്. ഒരു ശുശ്രൂഷ യേശുവിന്റെ അത്ഭുതങ്ങളിൽ പലപ്പോഴും ശിഷ്യന്മാരെ കൂടെ ഇൻവോൾവ് ചെയ്യിച്ച് യേശു തന്റെ ശുശ്രൂഷകൾ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വാഗ്ദത്തം പ്രകാരം നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണവും ദൈവം നമ്മെ അതിനായി ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്റെ കഴിവോ എന്റെ ശക്തിയോ എന്റെ ബലമോ ഒന്നുമല്ല. അതിനായിട്ടുള്ള വലിയ വാഞ്ചയും താല്പര്യവും ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും ഉണ്ടായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കട്ടെ. ഇവിടെ പത്രോസിനെയും യാക്കോബിനെയും അന്ത്രയോസിനെയും യോഹന്നാനെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞ ഒരു കാര്യമാണ്: എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അവർ പടകും വലയും ഒക്കെ വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. നമ്മെ വിളിച്ചിരിക്കുന്നത് മനുഷ്യരെ പിടിക്കുന്നവരാക്കും, ആത്മാക്കളെ നേടുന്നവരാക്കും. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് എത്ര വർഷമായി എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങൾ സ്വയം ഒന്ന് ചോദന ചെയ്താൽ മതി. ഈ വിശ്വാസ ജീവിതത്തിന്റെ ഇത്രയും നാളിനകം എത്ര ആത്മാക്കളെ നാം നേടിയിട്ടുണ്ട്, എത്ര മനുഷ്യരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ മുഖാന്തരം, എന്നിൽ, എന്റെ പ്രവർത്തനത്താൽ, എന്റെ പ്രാർത്ഥനയാൽ, എന്റെ പരിശ്രമത്താൽ ഞാൻ ഇത്ര പേരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു എന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ പറയുവാനായിട്ട് കഴിയും? ദൈവവൈതലെ, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് മനുഷ്യരെ, ആത്മാക്കളെ നേടുവാനാ. എന്നാൽ പഴയ നിയമത്തില് നമുക്കൊരു വ്യക്തിയെ അറിയാം, ഗേഹസി. നയമാൻ, പരാക്രമശാലിയായ സേനാധിപതി, കുഷ്ഠരോഗി എലീശയുടെ അടുക്കൽ വന്നു. എലീശ പറഞ്ഞു, യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക. മടിച്ചുവെങ്കിലും തന്റെ ഒരു ദാസന്റെ അഡ്വൈസ് അവിടെ കൊടുത്തു. യജമാനെ, ആ പ്രവാചകൻ വലിയൊരു കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ നാം ചെയ്യുമായിരുന്നല്ലോ, ഒന്ന് പോയി മുങ്ങിയാട്ടെ. അങ്ങനെ പറഞ്ഞ്
7 പ്രാവശ്യവും മുങ്ങി. 7ാമത്തെ പ്രാവശ്യം മുങ്ങി പൊങ്ങിയപ്പോൾ അവന്റെ ശരീരം ഒരു ബാലകന്റെ ശരീരം പോലെ ആയിത്തീർന്നുവെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നയമാന് സൗഖ്യം മാറി. നയമാൻ എലീശയുടെ അടുക്കൽ വന്നു. പലതും കൊടുക്കാമെന്ന് പറഞ്ഞു. ഒന്നും വേണ്ട. എലീശ പറഞ്ഞു, നിന്റെ ഒന്നും എനിക്ക് വേണ്ട, പറഞ്ഞു വിട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്നാൽ തന്റെ ശിഷ്യനായ ഗേഹസി പുറകെ പോയി നയമാന്റെ അടുക്കൽ ചെന്ന പല കാര്യങ്ങൾ ചോദിച്ചു മേടിച്ച വിഷയം അവിടെ എഴുതിയിട്ടുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിലാണ്. എലീശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 26ാമത്തെ വാക്യം. അതിന് എലീശ ഗേഹസിയോട്, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി. ഏത് പുരുഷൻ? നയമാൻ, സൗഖ്യം പ്രാപിച്ച നയമാൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസിദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം? യേശുവിന്റെ ശിഷ്യന്മാരായി ആത്മാക്കളെ നേടുവാൻ വിളിച്ചിറക്കിയ ആളുകളോട് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന ചോദ്യമാണ്. ആത്മാക്കളെ നേടുവാൻ, മനുഷ്യരെ പിടിക്കുവാൻ തെരഞ്ഞെടുത്ത ദൈവദാസ, ദൈവദാസിയെ, ദൈവമക്കളെ, നാം എന്തു നേടി? നമുക്ക് പറയുവാൻ കഴിയുന്നത്, എന്റെ ചെറ്റക്കുടില് മാറ്റി കൊട്ടാരമാക്കി, എന്റെ കുടികിടപ്പ് 10 സെന്റ് മാറ്റി എന്നെ 10 ഏക്കറിന്റെ ഉടമസ്ഥനാക്കി, എന്റെ കീറിയ വസ്ത്രം മാറ്റി എന്നെ വലിയ വില കൂടിയ വസ്ത്രം ധരിപ്പിക്കാൻ ഇടയാക്കി. ഇതൊക്കെയാണ് നമ്മുടെ സാക്ഷ്യം. നല്ല കാര്യമാ, നല്ല കാര്യമാ. എന്നാൽ ഈ ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ അല്ല ദൈവത്തിന് ഇഷ്ടം. കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ നാം എത്രമാത്രം പരിശ്രമിക്കുന്നു, എത്രമാത്രം ആഗ്രഹിക്കുന്നു. പൗലോസ് വലിയൊരു പണക്കാരന്റെ മകനാ, കപ്പലുടമയുടെ മകനാ, പണ്ഡിതനാണ്, ശ്രേഷ്ഠനാണ്. ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണം മുഴുവനായി പഠിച്ചവനാണ്, പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവനാണ്. എന്നാൽ പത്രോസ്, അവൻ കപ്പലുടമയായില്ല, എസ്റ്റേറ്റിന്റെ ഉടമയായില്ല, മാളികയുടെ ഉടമയായില്ല. അവൻ മരിക്കുമ്പോൾ അവൻ പറയുന്നത്, ഒരു പുസ്തകവും ഒരു പുതപ്പും അതും അവന്റെ കൈവശമില്ല. അവൻ തന്റെ ശിഷ്യനോട് പറയുകയാണ്, നീ വരുമ്പോൾ തണുപ്പ് തുടങ്ങാറായി, അതുകൂടെ കൊണ്ടുവരണമേ. എന്നാൽ ഇന്നത്തെ അപ്പോസ്തലന്മാര്, ഇന്നത്തെ ഉപദേശിമാര് പലരെയും നാം നോക്കുമ്പോൾ, ഞാൻ വിമർശിക്കുന്നില്ല, ദൈവമക്കളെ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവമക്കളെ ആദരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുന്ന ഒരു ദൈവമുണ്ട്. അവരുടെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് പെന്തക്കോസ്തിന്റെ അവസ്ഥകളെ നോക്കിയാൽ പലരും പരക്കം പായുന്നത്, എന്തിനധികം ബൈബിൾ കോളേജിൽ പഠിക്കുന്നത് പോലും ഇപ്പോൾ കൊറോണ വന്ന് കുറച്ചൊക്കെ കൺട്രോൾ ആയിട്ടുണ്ട്. അതുപോലും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനും അവിടെ നിന്ന് കാര്യങ്ങൾ സമ്പാദിക്കുവാനും ഈ ഗേഹസിയെ പോലെ പലതും സ്വരൂപിച്ചു കൂട്ടുവാനുമുള്ള വെമ്പലാണ്. അതിന്റെ മധ്യത്തിൽ ആത്മാക്കളെ കുറിച്ചുള്ള വിചാരം നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. കർത്താവ് വിളിച്ചപ്പോൾ പറഞ്ഞത് ഓർത്തുകൊള്ളണം. ബൈബിൾ കോളേജിൽ നിന്ന് ഗ്രാജുവേഷന് വേണ്ടി തന്നപ്പോൾ അവിടെ പറഞ്ഞ ഓർത്തുകൊള്ളണം. ഇന്ന് രാത്രികാലം ചില ജീവിതങ്ങളോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. ഗേഹസിയെ, ഇതാകുന്നുവോ സമയം? നിന്നെ എന്തിനാണ് വിളിച്ചത്? സ്വന്തം കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ചതുരത്ത് വെച്ച് കൂട്ടി കർത്താവിന്റെ വേലയ്ക്ക് ലഭിച്ചതൊക്കെ മണിമാളികകളാക്കി, അതേ മനോഹരമായ കാറുകളാക്കി, പലതുമാക്കി തീർത്ത പലരോടും ഇന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, മനുഷ്യരെ പിടിക്കുവാൻ ഇറക്കിയെങ്കിൽ ഇന്ന് എന്താണ് സമ്പാദിച്ചു കൂട്ടുന്നത്? ഞാൻ മുന്നോട്ട് വരട്ടെ. സ്വയം ചോദിക്കുക, ഞാനും എന്നോടും ചോദിക്കാം. ഞാൻ ആരെയും വിധിക്കുകയല്ല.
ഒരു ശോധന, ഒരു പരിശോധനയ്ക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ട്, സ്വയം ഒന്ന് ശോധന ചെയ്താട്ട്, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ അതേ പാപബോധത്തിലേക്കും നാം സമയം വൃഥാവാക്കി കളഞ്ഞതും മറ്റു പലതിന്റെ പുറകെയും ഓടി സ്ഥാനത്തിന് വേണ്ടിയും മാനത്തിന് വേണ്ടിയും പദവിക്ക് വേണ്ടിയും കസേരയ്ക്ക് വേണ്ടിയും ഓടി നടന്ന നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം മറന്നുപോയ ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ രാത്രികാലം ഒരു മടങ്ങി വരവ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. മനുഷ്യരെ പിടിക്കുന്നവരാ. അവരോട് പറഞ്ഞു, എന്റെ പിന്നാലെ വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ യേശുവിന്റെ ക്രൂശുമരണവും സ്വർഗാരോഹണവും കഴിഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. തോമസ് അവരുടെ ഇടയിലായിരുന്നു. തോമസിന്റെ പിന്നെയും അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷനായി. ഇവിടെ 21 അധ്യായത്തിൽ അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. 1-ാമത്തെ വാക്യം. തിബരിയാസ് എന്ന് പറഞ്ഞാൽ ഗലീല കടൽ തന്നെ, സെയിം സ്ഥലം. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനിയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്ന ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. നോക്കിയാട്ടെ, ഇവരെ എന്തിനു വേണ്ടിയാ വിളിച്ചതാ? മനുഷ്യരെ പിടിക്കാൻ. ഇപ്പോൾ അവരെന്തിനു പോകുകയാണോ? മീൻ പിടിക്കാൻ പോകുകയാ. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, പ്രയാസത്തിന്റെ മധ്യത്തിൽ, ഒരു ഡാർക്ക് ഏജ് ആണ്. യേശു പല പ്രാവശ്യം പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ പിടിക്കപ്പെടാൻ പോകുകയാണ്. അവർ അവരെ നിന്ദിക്കും, ഉപദ്രവിക്കും, ക്രൂശിക്കും, കൊല്ലും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. അവിടെ പറയുന്നു, ഞാൻ വാക്യമെടുക്കുന്നില്ല, എന്നാൽ അവർ അത് ഗ്രഹിച്ചില്ല. പലപ്പോഴും പലതും ഗ്രഹിക്കാത്തതിന്റെ കുറവുകളാണ് നാം പലപ്പോഴും പലതിലേക്കും തെറ്റിപ്പോകാൻ കാരണം. ഗ്രഹിക്കേണ്ട വിധം ഗ്രഹിക്കാത്തതിന്റെ കുറവാണ്, ശ്രദ്ധിക്കാത്തതിന്റെ കുറവാണ്, അതിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതിന്റെ കുറവാണ്. ഗേഹസിക്കും പറ്റിപ്പോയതാ. എലീശയുടെ കൂടെ താമസം. എലീശയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ്. പലപ്പോഴും എലീശയ്ക്ക് പകരം എലീശയുടെ വടിയും കൊടുത്ത് അയക്കുന്നത് എവനെയാണ്. അപ്പോൾ പലതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് പല പൊസിഷനുകളും കൊടുത്ത് മാനിക്കുന്ന പലരും കർത്താവ് പറഞ്ഞത് ഗ്രഹിക്കാതെ പലതും ചെയ്തു പോകുകയാണ്. എന്നാൽ അത് പിൽക്കാലങ്ങളിൽ അതൊരു കെണിയായി, കുരുക്കായി മാറുകയാണ്. ഇവിടെ പത്രോസ് പ്രധാനിയാണ് ശിഷ്യന്മാരിൽ. റെവലേഷൻ കിട്ടിയ വ്യക്തിയാ. മനുഷ്യർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും പലതും പറഞ്ഞെങ്കിലും പത്രോസ് പറഞ്ഞു, നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ യേശു പറഞ്ഞു, ബറയോനായ ശിമോനെ, ജഡരക്തങ്ങളല്ല പിന്നെയോ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നതാ. പിതാവായ ദൈവത്തിൽ നിന്ന് വെളിപ്പാടുകളെ ലഭിക്കുന്ന, ആത്മീയ വെളിപ്പാട് ലഭിക്കുന്ന പത്രോസ. എന്നാൽ ഇവിടെ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാ. കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലോ? ദിദിമോസ് എന്ന് പറഞ്ഞാൽ, ദിദി എന്ന് പറഞ്ഞാൽ 2 കണ്ട് വിശ്വസിക്കുന്ന തോമസ്. അടുത്തത് ആരാണെന്നറിയാമല്ലോ? ഗലീലയിലെ കാനായിലുള്ള നഥനയേൽ, നിർത്തലോമായി എന്ന് വിളിക്കപ്പെടുന്ന നഥനയേൽ. നഥനയേലിനെ കുറിച്ച് നമുക്കറിയാം. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞ യേശു അവനെ കണ്ടപ്പോൾ കൊടുത്ത സാക്ഷ്യം. നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അത്തിയുടെ കീഴിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ഫ്രേസാ. യഹൂദ, അതേപോലെ യഹൂദന്മാരുടെ ഇടയിൽ ഉള്ള ഒരു ഫ്രേസാണ്. ന്യായപ്രമാണം ധ്യാനിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലാതെ മരത്തിന്റെ ചവിട്ടിൽ ഇരിക്കുക എന്നുള്ളതല്ല. നീ ന്യായപ്രമാണം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് യേശുവോട് പറഞ്ഞത്. ആ നഥനയേലും അടുത്തത് സെബദി മക്കൾ യോഹന്നാന്റെ, യാക്കോബും യോഹന്നാനും.
യേശുവിന്റെ മാറോട് ചേർന്നിരുന്ന, യേശു അധികം സ്നേഹിച്ച ശിഷ്യനെന്ന് സ്വയം പറഞ്ഞവൻ. വേറെ രണ്ടുപേര് അവിടെ എഴുതിയിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ ഫിലിപ്പോസും ആന്ത്രയോസും ആകാൻ സാധ്യതയുണ്ട്. കാരണം അവരും ഗലീലക്കാരാ, കവർന്നഹൂംകാരാ. ഈ 7 പേര് ഇപ്പോൾ യേശുവിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ മറന്നിട്ട് അവരിപ്പോൾ പഴയ വിട്ടുപോയ, ഞങ്ങൾ സകലതും വിട്ടു, ഞങ്ങൾക്ക് എന്തു കിട്ടും? യേശുവിനോട് ചോദിച്ചു. ആ വിട്ട കാര്യം തിരിച്ചെടുത്ത് ഇപ്പോൾ വീണ്ടും മീൻ പിടിക്കാൻ പോകുകയാണ്. അനേകര് സുവിശേഷ വേലയൊക്കെ വിട്ടിട്ട് മറ്റു പലതിലേക്കും തിരിഞ്ഞിരിക്കുക. ദൈവമക്കളെ, നിന്നെ എന്തിനു വിളിച്ചോ, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവരൊന്നും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല. നമ്മെ എന്തിനു വിളിച്ചുവോ, എന്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചുവോ, അതിനു വേണ്ടി വിശ്വസ്തയോടെ നിലനിൽക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയൊരു കൂട്ടം ഇന്നും അവിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ യേശു അധികം സ്നേഹിച്ചവൻ, യേശുവിന്റെ മുൻപിൽ വളരെ പ്രധാനിയായിരുന്നവൻ ഇപ്പോൾ പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാ. മറ്റുള്ളവരും പറഞ്ഞു, ഞാനും വരികയാ. ഞാനും വരികയാ. ഒരാള് പിന്മാറ്റത്തിൽ പോയാ കൂടെ കുറഞ്ഞതൊരു 6 പേരെങ്കിലും കൂടെ കാണുമെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ ഈ 6 പേരുടെ ഉത്തരവാദിത്വം ഈ ഒറ്റ ഒരുത്തൻ വഹിക്കണം. ഞാൻ നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണമേ. പ്രത്യേകിച്ച് നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരു ദൈവദാസൻ ഏതെങ്കിലും വിഷയത്തിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വലിയൊരു കൂട്ടം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ദൈവം തെരഞ്ഞെടുത്ത ദൈവദാസ, ദൈവം നിന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നീ അവിശ്വസ്തത കാണിച്ച് പിന്മാറ്റത്തിലേക്ക് പോകുന്നുവെങ്കിൽ നിന്റെ പിന്നാലെ വലിയൊരു കൂട്ടം നാശത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം, വളരെ കെയർഫുൾ ആയിരിക്കണം. എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള വിളി കർത്താവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കണം. അവിടെ നിന്ന് പ്രതിഫലം വാങ്ങണം. ഈ ലോകത്തിലല്ല പ്രതിഫലം, ഈ ലോകത്തിലല്ല പ്രശംസ ലഭിക്കുന്നത്. ഈ ലോകത്തിലെ പ്രശംസിച്ചവർ തന്നെ നാളെ നമ്മളെ കുറ്റം പറയും. ഈ ലോകത്തിൽ ഉയർത്തിയവർ തന്നെ നാളെ നമ്മളെ താത്തിപ്പറയും. എന്നാൽ നമ്മുടെ പ്രശംസ കർത്താവിൽ നിന്ന് വരട്ടെ. നമ്മുടെ പ്രതിഫലം കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുകയാ. മറ്റ്6 പേര് പത്രോസിനോട് പറയാ, ഞങ്ങളും വരികയാ. പത്രോസ് പോന്നെങ്കിൽ പിന്നെ ഇതിനകത്ത് എന്തോ കാര്യമുണ്ട് എന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അവരും യേശുവിന്റെ കൂടെ നടന്നവരാ. എന്നാൽ ലീഡറായി കണ്ട പത്രോസ് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളും വരികയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് ലീഡർഷിപ്പിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിന്റെ ഹിതമനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ച് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകൾ നിറപടിയായി ചെയ്യുവാനുള്ള കൃപയ്ക്കായി നാൾതോറും പ്രാർത്ഥിക്കുക. ഞാൻ മുഖാന്തരം ആരും നശിച്ചു പോകരുത്, ആരും പിന്മാറ്റത്തിലേക്ക് പോകരുത് എന്നുള്ള വലിയ വാഞ്ചയും താല്പര്യവും ഈ ദിവസങ്ങളിൽ നമുക്കുണ്ടാകണം. ഇവിടെ ഞാൻ താഴോട്ട് വരട്ടെ, സമയം എന്റെ മുൻപിൽ ഇല്ലല്ലോ. പത്രോസ് അവിടെ പറയുന്നത്, ഞാൻ പോയാ ഇവര് വളയും വല്ലവും ഒക്കെ എടുത്ത് പോയി. ഇവിടെ എന്ത് അവസ്ഥയാണ് എന്നറിഞ്ഞുകൂടാ. ഒരുപക്ഷെ സാമ്പത്തിക വിഷയമായിരിക്കാം, ഒരുപക്ഷെ അവര് യേശു മരിച്ചതു ശേഷം പിന്നെ അവരുടെ ആശ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. എന്നാൽ ഇവിടെ രണ്ടാമതും യേശു പ്രത്യക്ഷപ്പെടുകയാണ് അവർക്ക്. അതാണ് അവിടെ വായിക്കുന്നത്. യേശു പ്രത്യക്ഷനായി, കടൽക്കര വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ കാര്യം അവർക്ക് മനസ്സിലായെങ്കിലും
അവർ വീണ്ടും അവരുടെ പഴയ പണിക്കായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. എല്ലാം അറിയാമെങ്കിലും പിന്നെയും പഴയ പണി, പഴയ സംസാരം, പഴയ നടപ്പ്, പഴയ ശീലങ്ങൾ. അറിഞ്ഞെങ്കിലും വീണ്ടും തെറ്റ് ചെയ്യുന്ന ദൈവപൈതലേ, ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളണം, ഏൽപ്പിച്ചു കൊടുക്കണം, ഒരു പശ്ചാത്തലത്തിലേക്ക് കടന്നു വരണം. അന്ന് രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല എന്നാ പറയുന്നത്. എന്നാൽ യേശു വീണ്ടും അവരുടെ മുൻപിൽ കടന്നു വന്നു. കടൽക്കരയിൽ യേശു നിന്ന് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുഞ്ഞുങ്ങളെ, ഞാൻ ആ ഭാഗം വിടുകയാ, വല്ലതുമുണ്ടോ? യേശു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ പറഞ്ഞു. യേശു ഒരു പടകിന്റെ വലതുവശത്ത് വല ഇറക്കുകയും എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അവർ വീശി മീന്റെ പെരുപ്പം നിമിത്തം വല വലിപ്പാൻ കഴിഞ്ഞില്ല എന്നവിടെ വായിക്കുന്നു. യേശുവുമായിട്ടുള്ള ബന്ധം ഒരു അത്ഭുതമായിരുന്നു. ആഴത്തിലേക്ക് വലയിറക്കി മീൻപിടുത്തം. ആ കിട്ടിയ മീനും വലയും ഉപേക്ഷിച്ചിട്ട് വന്നവർ ഇപ്പോഴും വലയും എടുത്ത് മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ്. ഇവിടെയും യേശു ഒരു വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ ചെയ്തു. ഒരു വലിയ മീൻകൂട്ടം കിട്ടി. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ സാന്നിധ്യം എപ്പോഴും അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അത്ഭുതങ്ങളല്ല, നമുക്ക് അനുഗ്രഹത്തെ തന്ന നാഥൻ പറഞ്ഞത് അനുസരിപ്പാൻ, അതാണ് ദൈവം നോക്കുന്നത്, കർത്താവ് നോക്കുന്നത്. രാത്രികാലം ദൈവത്തിന്റെ പല അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ അനുഗ്രഹത്തെക്കാൾ അധികമായി അനുഗ്രഹത്തെ തന്ന ദാതാവിനെ സ്നേഹിപ്പാൻ, അനുസരിപ്പാൻ, വിളിച്ചത് എന്തിനു വേണ്ടിയാണെന്നുള്ള ലക്ഷ്യം മറന്നു പോകാതെ ആത്മാക്കളെ നേടുന്ന ശുശ്രൂഷയിൽ, വേലയിൽ മുന്നേറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എങ്ങോട്ട് കടന്നു വരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് യേശു പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, യേശു ഗലീലയിലാണ് വളർന്നത്. ജനിച്ചത് ബേത്ലഹേമിലായിരുന്നുവെങ്കിലും വളർത്തു പിതാവ് ഒരു തച്ചനായിരുന്നു, ഒരു ആശാരിപ്പണിക്കാരനായിരുന്നു. യേശു അറിയപ്പെട്ടത് തച്ചന്റെ മകനായ യേശു എന്നാണ് അറിയപ്പെട്ടത്. ഇവിടെ പത്രോസിനും യോഹന്നാനും യാക്കോബിനും ഒക്കെ അറിയാം, യേശു തന്റെ ജീവിതത്തിൽ ഇതുവരെ മീൻ പിടിക്കാൻ പോയിട്ടില്ല. എന്നാൽ യാക്കോബും പന്ത്രയോസും യോഹന്നാനും എല്ലാവരും നല്ല ഫിഷർമെന്നാ, നല്ല മീൻപിടുത്തക്കാരാ. എന്നാൽ ഇവിടെ യേശു പറഞ്ഞത് അവരനുസരിച്ചു. നാഥ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്നാ പത്രോസ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കാർപ്പന്ററായ യേശു പറഞ്ഞത് മുക്കുവരായ പത്രോസ് അനുസരിക്കുന്നു. മനസ്സിലോ? എന്നാൽ അവിടെ യേശു ഒരു തച്ചന്റെ മകനായിട്ടല്ല നാഥ എന്നാ വിളിച്ചത്, ലോഡ് എന്നാ വിളിച്ചത്, കർത്താവേ എന്നാ വിളിച്ചത്. മീൻപിടുത്തത്തിൽ വളരെ പരിചയമുള്ളവരാണോ? എങ്കിലും പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. വലിയ 153 വലിയ മീൻ എണ്ണി നോക്കി. മുക്കുവരുടെ സ്വഭാവമാണ്. കര വലിച്ച് മീൻ വലിച്ച് വലിക്കെട്ടിയാൽ അവർ എണ്ണും. വലുതെത്രയുണ്ട്, ചെറുതെത്രയുണ്ട്. 153 വലിയ മീൻ അവർക്ക് കിട്ടി. എന്നാൽ അവർ കരയിൽ കയറിയപ്പോൾ അത് യേശു ആണെന്ന് മനസ്സിലായി. യേശു സ്നേഹിച്ച ശിഷ്യൻ പറഞ്ഞു, അത് യേശു ആണ്. പത്രോസ് നഗ്നനാകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയാൻ കാര്യങ്ങളുണ്ട്. പിന്മാറ്റത്തിൽ പോയവൻ മറ്റ് ശിഷ്യന്മാരെ കൂടെ പിന്മാറ്റത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയവൻ, അവൻ നഗ്നനായ കൊണ്ട് കടലിൽ ചാടി, അരക്ക് വസ്ത്രം ചുറ്റി. എന്നാൽ യേശു അവരെ വിളിച്ചു. അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കി വെച്ചിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചിരുന്നു. കനലിൽ ചുട്ട അടയും ചുട്ട മീനും അവിടെ ഒരുക്കി വെച്ചിരുന്നു. യേശുവിന് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുന്നവരുണ്ട്. സകലത്തെയും തന്റെ ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയവൻ ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടിയും ഈ ലോകത്തിലെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്. സുവിശേഷ വേലക്കാരാ, നിന്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ യേശു മതിയായവനാണ്. എലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുക, മരിച്ചാ മതി, മതി കർത്താവ് എന്നാ പറയുന്നത്.
എന്നാൽ ദൂതൻ അതെ അപ്പവും വെള്ളവുമായിട്ട് കടന്നു വന്നു. ദൂതൻ എവിടുന്ന് കിട്ടി ഈ വെള്ളവും അപ്പവും? കൊണ്ടുവന്ന് കൊടുത്തു, ഭക്ഷിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് അവൻ 40 രാവും 40 പകലും മരുഭൂമിയിലൂടെ നടന്ന് അവനെ ഏൽപ്പിച്ച അടുത്ത ശുശ്രൂഷകൾ ചെയ്തു. ഇന്ന് രാത്രികാലം ചില ക്ഷീണിച്ചു കിടക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തുന്ന അതേ ആഹാരമായി തീരട്ടെ ഈ ദൈവവചനം. പത്രോസേ, നിന്നെ തേടി വന്നിരിക്കുക യേശു എന്ന. നീ ഒരുപക്ഷെ പിന്മാറ്റത്തിലേക്ക് പോയി, ക്ഷീണിച്ചു പോയി, പലതും കണ്ട് പരിഭ്രമിച്ച് പഴയ തൊഴിലിലേക്ക് തിരിഞ്ഞു പോയെങ്കിലും യേശുവിന്റെ സ്നേഹം ഇന്ന് നിങ്ങളെ തേടി വന്നിരിക്കുകയാ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളെ തേടി വന്ന യേശുവിന്റെ സ്നേഹം ഇന്ന് രാത്രികാലം നിങ്ങളെ മാടി വിളിക്കുന്നു. കുഞ്ഞുങ്ങളെ, രാത്രികാലം ആ വിളിയുടെ മുൻപിൽ പത്രോസിനെ പോലും ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കൊടുത്താൽ ചില ഉത്തരവാദിത്വങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് കർത്താവിന് ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചെടുപ്പാൻ പദ്ധതിയുണ്ട്. അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? 15-ാമത്തെ വാക്യം. ഏവരിൽ അധികം? ഈ കാണുന്ന ആളുകളെക്കാട്ടിലധികം, ഈ ലഭിച്ച മീൻകൂട്ടത്തെക്കാളധികം, ഈ ലഭിച്ച നന്മയെക്കാട്ടിലധികം, നിനക്ക് ലഭിച്ച നന്മകളെക്കാളധികം നന്മ തന്ന ദാതാവിനെ നീ സ്നേഹിക്കുന്നുവോ? പത്രോസേ, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുമായി. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചോദ്യമാ. ഇന്ന് രാത്രികാലം വ്യക്തിപരമായി ചിലരോട് ചോദിക്കുകയാ, നീ എന്നെ, യേശുവിനെ സ്നേഹിക്കുന്നുവോ? നമ്മളോട് വ്യക്തമായി യേശു ഇന്ന് രാത്രികാലം ചോദിക്കുകയാ. പഴയതെല്ലാം യേശു മറക്കാൻ തയ്യാറാ. മടങ്ങി വന്നാൽ മുടിയൻ പുത്രനെ പോലെ ഒരു ചോദ്യവും അവിടെ ചോദിച്ചില്ല. നീ എവിടെയായിരുന്നു, എന്തു ചെയ്തു, എങ്ങനെയായിരുന്നു എന്നൊന്നുമല്ല ചോദിച്ചത്. പശ്ചാത്താപത്തോടെ മടങ്ങി വന്ന മകനെ മാറോടണച്ച് അവന്റെ വസ്ത്രം മാറ്റി, അവന്റെ കാലിൽ ചെരുപ്പിടിവിച്ച്, അവന്റെ കുമകയിൽ മോതിരമിടിവിച്ച് അവന് വേണ്ടി അതെ സദ്യ ഒരുക്കിയ സന്തോഷിക്കുന്ന പിതാവ് ഇന്ന് രാത്രികാലം ചോദിക്കുന്നു, പ്രിയ മകനെ, മകളെ, നീ ഇതിലൊക്കെ അധികമായി യേശു ചോദിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നുവോ? നഷ്ടപ്പെട്ടു പോയ പകലതും തിരിച്ചു തരുവാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിന്റെ കൃപാവരങ്ങളെ നിനക്ക് തിരിച്ചു തരുവാൻ യേശുവിന് പദ്ധതിയുണ്ട്. നിന്റെ പ്രവചനപരം, നഷ്ടപ്പെട്ടു പോയ ദർശനവും പ്രവചനപരവും നിനക്ക് തിരികെ തരുവാൻ യേശുവിന് പദ്ധതിയുണ്ട്. മടങ്ങി വരിക, മടങ്ങി വരിക. പ്രാർത്ഥനാ ജീവിതം മടക്കി തരുവാൻ യേശുവിന് പദ്ധതികളുണ്ട്. പത്രോസേ, മടങ്ങി വരിക. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ശക്തിയോടെ ചെയ്യത്തക്ക നിലയിൽ നിന്നെ ആത്മാവിന്റെ അഭിഷേകം തന്ന്, പ്രത്യേക കൃപാവരങ്ങളെ തന്ന് നിന്നെ ഉപയോഗിക്കുവാൻ യേശുവിന് പദ്ധതിയുണ്ട്. രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുമോ? നമുക്കറിയാം, പത്രോസ് നടന്നു പോകുമ്പോൾ നിഴൽ തട്ടുന്നവരെല്ലാം സൗഖ്യം പ്രാപിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒറ്റ പ്രസംഗം, 3000 പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അവർ ദൈവസഭയോട് ചേർന്നു. ഏത് കാര്യത്തിന് വേണ്ടി യേശു നിങ്ങളെ വിളിച്ചുവോ, മനുഷ്യരെ, ആത്മാക്കളെ നേടുവാൻ വിളിച്ചുവോ, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം നടത്തുവാൻ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രികാലം മടങ്ങി വരിക. കഴിഞ്ഞ കാലങ്ങളിലെ കുറവുകളെയൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരിക. എവിടെയൊക്കെ പോയി നാനാവിധമാക്കി പലതും നശിപ്പിച്ച മുടിയൻ പുത്രൻ മടങ്ങി വന്നു. ഒറ്റ കാര്യമേ അവൻ പറഞ്ഞുള്ളൂ, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ പോലും ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസന്മാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു വന്ന മകനെ ദാസനായിട്ടല്ല, മകനായിട്ട് കൈക്കൊണ്ട അതേ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ചിലരെയൊക്കെ വിളിക്കുകയാണ്. മടങ്ങി വരിക, നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പലതും തിരികെ തരുവാൻ യേശുവിന് പദ്ധതിയുണ്ട്. ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ കരം, കൃപ ഇന്ന് രാത്രികാലം വ്യാപരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.
ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പത്രോസ് യേശുവിനെ കൂടാതെ മീൻ പിടിക്കാൻ പോയി, പഴയ വേലയ്ക്ക് പോയി, പഴയ തൊഴിലിന് പോയി, പിന്മാറ്റത്തിലേക്ക് പോയി. യേശുവിനെ കൂടാതെ അവിടെയും അവനൊന്നും നേടാൻ കഴിഞ്ഞില്ല. യേശുവിനെ കണ്ടുമുട്ടിയുന്നതിന് മുൻപ് അവൻ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും നേടിയില്ല. യേശു പടകിൽ വന്നു, യേശു പറഞ്ഞതനുസരിച്ചു. അന്ന് പരുത്ത മീൻകൂട്ടം കിട്ടി. ഇവിടെ ഇതാ യേശുവിനോടുകൂടെ 3.5 വർഷം നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ശുശ്രൂഷയിൽ പങ്കെടുത്ത് ആ യേശുവിനെ കൂടാതെ പടകും വലയും എടുത്ത് വീണ്ടും പോയി ആ രാത്രിയിലും ഒന്നും നേടിയില്ല. രാത്രികാലം ഞാൻ ഈ കൺക്ലൂഷനായിട്ട് പറയട്ടെ, ദൈവവേദലേ, യേശുവിനെ കൂടാതെ നിനക്കൊന്നും നേടാൻ കഴിയുകയില്ല, ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ യേശുവിന്റെ സാന്നിധ്യം നിങ്ങളെ മാടി വിളിക്കുന്നു. അവന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം.